ആലപ്പുഴ ചെങ്ങന്നൂർ പാണ്ടനാട് മേഖലയിൽ ജലനിരപ്പ് ഉയരുകയാണ്. ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നു. തിരുവല്ല അമ്പലപ്പുഴ റോഡിൽ ഗതാഗതമൊക്കെ നിലച്ചിരിക്കുകയാണ്. ഷാജഹാൻ ഉണ്ട് ആലപ്പുഴയിൽ നിന്ന്. നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന്. കാരണം ഇതിൽ ഇനി ആശങ്കപ്പെടേണ്ട സ്ഥലമെന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയാണ്. കാരണം ഈ പറയുന്ന കോട്ടയത്തെയും പത്തനംതിട്ടയിലെയും ഒക്കെ വെള്ളം ഇറങ്ങി നേരെ വരുന്നത് ആലപ്പുഴയിലേക്കാണ്. ഷാജി, ഇനിയിപ്പോൾ സ്വാഭാവികമായും കിഴക്ക് നിന്നുള്ള വെള്ളം മുഴുവൻ കുട്ടനാട്ടിലേക്കൊക്കെയാണ് ഒഴുകിയെത്തി വരേണ്ടത്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ലയിൽ വളരെ ആശങ്കയോടെ അതീവ ജാഗ്രതയോടെ കാണേണ്ട സമയം കൂടിയാണല്ലേ? എന്താണ് സാഹചര്യം? മഴയുണ്ടോ? തീർച്ചയായിട്ടും മനു, ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അല്പശമനമുണ്ട്. പക്ഷേ എങ്കിലും ചാറ്റൽ മഴയുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ AC റോഡിൻ്റെ കരകളിലുള്ള ഒരു താമസിക്കുന്ന ജനങ്ങളുടെ ഒരു അവസ്ഥയാണ്. കാര്യം ഇത് നമ്മുടെ റോഡ് സൈഡിലുള്ളവരുടെയാണ്. പക്ഷേ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിയും ഭീകരമായ അവസ്ഥയാണ്. കാര്യം താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഇന്നലെ തന്നെ പലരെയും രാത്രിയിൽ തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ വീടുകളിൽ വെള്ളം കയറാതിരിക്കുന്നതിന് വേണ്ടി ഈ പുഴയുടെ ഓരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിച്ചു വരികയാണ്. പമ്പയാറിൻ്റെ ഇരുകരകളിലും ശക്തമായിട്ട് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴ തിരുവല്ല റോഡ് അത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ തന്നെ അത് ഭാഗികമായിട്ട് അടച്ചിരുന്നു. ഇപ്പോൾ പൂർണ്ണമായിട്ടും KSRTC ബസ് അടക്കം പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇപ്പോൾ തിരുവല്ല മുതൽ പൊടിയാടി വരെയും അതോടൊപ്പം തന്നെ ആലപ്പുഴ അമ്പലപ്പുഴ ഭാഗത്തു നിന്നും ചക്കുളത്തുകാവ് ക്ഷേത്രം വരെയുമൊക്കെ ആയിട്ട് ഗതാഗതം ക്രമപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ മനു സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കറിയാം ഏറ്റവും വളരെ സുപ്രധാനമായൊരു കേന്ദ്രം അപ്പർ കുട്ടനാട്ടിലെ ഈ ചെങ്ങന്നൂർ മണ്ഡലമാണ്. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ രാവിലെ MLAയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോൾ സ്ഥിതി അതീവ ഗുരുതരം എന്നാണ് അദ്ദേഹം രാവിലെ നമ്മോട് പങ്കുവച്ചത്. കാര്യം പാണ്ടനാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ നമുക്കറിയാം 2018 തന്നെ വളരെ കൂടുതൽ ജലം കയറിയ ഒരു സ്ഥലമാണ് പാണ്ടനാട് എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ തന്നെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ മൂഴിയാർ ഡാം കൂടി തുറന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെങ്ങന്നൂർ മണ്ഡലത്തിൽ വലിയ അധികം ദുരിതങ്ങളിലേക്ക് ആ ദുരിതക്കയത്തിലേക്ക് ചെങ്ങന്നൂർ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കാര്യമായിട്ടുള്ളൊരു ഇടപെടലുകളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് MLA അല്പം മുൻപ് നമ്മോട് പങ്കുവച്ചത്. നേരത്തെ തന്നെ വെള്ളം ഒഴുകിപ്പോകുന്നതിന് ഇപ്പോൾ കടലിലൂടെ തോട്ടപ്പള്ളി വഴി വെള്ളം ഒഴുകിപ്പോകുന്നുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ ആഴം വർദ്ധിപ്പിച്ച് സാധാരണ മുൻ സർക്കാരിൻ്റെ കാലത്ത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് തോട്ടപ്പള്ളി പൊഴിമുഖം മഴ വരുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ അതിൻ്റെ ആഴം വർദ്ധിപ്പിച്ചുകൊണ്ട് കടലിലേക്ക് ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഒരുക്കുവാണ്. പക്ഷേ ഇത്തരം മുൻകരുതലുകളൊന്നും ഇത്തവണ കണ്ടില്ല. അതുകൊണ്ട് തന്നെ കടലിലേക്കുള്ള ഒഴുക്ക് ശക്തമായിട്ടുണ്ടെങ്കിൽ പോലും നേരത്തെ മുതൽ തന്നെ ശക്തമായിട്ടുള്ള ഒരു ഒഴുക്ക് കടലിലേക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്ര കാര്യമായ രീതിയിൽ ഈ ഭാഗത്തൊക്കെ തന്നെ നമുക്കിപ്പോൾ കാണാം. ഇവിടെയൊക്കെ തന്നെ ജലനിരപ്പ് ഉയർന്നു വരികയാണ്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്ന് വരുന്ന മണിക്കൂറുകളിൽ ഇനിയും ജലനിരപ്പ് കൂടുതലായിട്ട് ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ഭാഗത്തുള്ള വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറും. അപ്പർ കുട്ടനാട് മേഖലയാണ് കുട്ടനാട്ടിൽ എപ്പോഴും ജലനിരപ്പ് ഉയരാനുള്ള കാരണം ഈ പുഴയിലൂടെ ജലം സുഖമായി കടലിലോട്ട് ഒഴുകി പോകാത്തതാണല്ലോ. ഒരു പരിധിവരെ ആ പ്രശ്നങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പരിഹരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കുട്ടനാട്ടിൽ പണ്ട് അനുഭവപ്പെട്ടിരുന്ന വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു തീവ്രത കുറഞ്ഞു വന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ഇത്തവണ എങ്ങനെയാണ് സാഹചര്യം? ഈ വെള്ളം ഒഴുകി പോകുന്നുണ്ടോ കടലിലേക്ക്? ഒഴുക്ക് സുഗമമാണോ തോട്ടപ്പള്ളിയിലുമൊക്കെ സ്പിൽവേയിലൊക്കെ? മനു, തോട്ടപ്പള്ളി വഴി വെള്ളം കാര്യമായിട്ട് കടലിലേക്ക് ഒഴുകി പോകുന്നുണ്ട്. നമുക്കറിയാം 2018 ശേഷം IIT മറ്റും നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തോട്ടപ്പള്ളി വഴിയും അതോടൊപ്പം തന്നെ അന്ധകാരൻ വഴിയും ഒക്കെയുള്ള ജലനിരപ്പ് കടലിലേക്ക് ഒഴുകിപ്പോയാൽ മാത്രമേ കുട്ടനാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകുന്ന പഠന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ആ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് തോട്ടപ്പള്ളിയിൽ നിന്ന് മണൽ നീക്കം ചെയ്തുകൊണ്ട് കടലിലേക്ക് വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഒരുക്കിയത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് കാര്യമായ രീതിയിൽ ഇത് ബാധിക്കാത്ത. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ കുട്ടനാട്ടിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് പോലും നമുക്ക് നിൽക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. മാത്രമല്ല ഇപ്പോൾ തിരുവല്ല മുതൽ അമ്പലപ്പുഴ വരെയുള്ള പാത അതിപ്പോൾ അടച്ചതോടുകൂടി, അതായത് ഗതാഗതം തടസ്സപ്പെട്ടതോടുകൂടി ഇപ്പോൾ ഏക ആശ്രയം AC റോഡ് മാത്രമാണ്. AC റോഡ് നമുക്കറിയാം സർക്കാർ അത് വീണ്ടും അതിലെ അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തീകരിച്ച് വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അത്തരം ഭാഗങ്ങളൊക്കെ മാറ്റി ഇപ്പോൾ നമുക്ക് കാണാം ഇത്ര വലിയ ശക്തമായ മഴ ഉണ്ടായിട്ട് പോലും ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ ഗതാഗതം തടസ്സം വന്നിട്ടില്ല. കാര്യം ചങ്ങനാശ്ശേരി വഴി തിരുവല്ല വഴി ചെങ്ങന്നൂരേക്കൊക്കെ പോകാനുള്ള ഇപ്പോൾ അതോടൊപ്പം തന്നെ കോട്ടയത്തേക്കും പോകാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. നേരത്തെ ആയിരുന്നെങ്കിൽ മുൻകാലങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിലൂടെ നമുക്ക് ഇവിടം വരെ പോലും എത്തിപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സർക്കാർ ഏതാണ്ട് പൂർണ്ണമായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തുകൊണ്ട് തന്നെ ഇപ്പോൾ കുട്ടനാട്ടിൽ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ എങ്കിലും ഈ മൂഴിയാർ ഡാം അടക്കം തുറന്നു വിടുന്ന ഒരു സാഹചര്യത്തിൽ ആ വെള്ളം കുട്ടനാട്ടിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ കടലിലേക്ക് ഒഴുകിപ്പോകുന്ന അല്ലെങ്കിൽ കടൽ ആ വെള്ളം എടുത്തില്ല. ഒരു പക്ഷേ തിര കൂടുതലാണ്, തീരദേശ മേഖലയിൽ ശക്തമായ കടൽക്ഷോഭമുണ്ട്. അങ്ങനെ വരുമ്പോൾ കടലിലേക്ക് അത് ഒഴുകിപ്പോകാനുള്ള താമസം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ
അത് കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരാനുള്ളൊരു കാരണമുണ്ടാകും. എന്തായാലും 25 ക്യാമ്പുകളിലായിട്ട് 10,000-2,000 പേര് ഇപ്പോൾ ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. മനു, ശരി, ഏതായാലും ഷാജി, ഓക്കെ, താങ്ക് യു. ഷാജഹാനാണ് വിവരങ്ങൾ ആലപ്പുഴയിൽ നിന്ന് നൽകിയത്. കുട്ടനാടാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ പറയുന്ന കോട്ടയം ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെയും മലയോര മേഖലകളിൽ നിന്ന് വരുന്ന വെള്ളം നദികളിലൂടെ, മേലച്ചിലാറ്റിലൂടെയും മണിമലയാറ്റിലൂടെയും ഒക്കെ പമ്പയാറ്റിലൂടെയും ഒക്കെ ഒഴുകിയെത്തുന്നത് നേരെ വേമ്പനാട്ട് കായലിലേക്കാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലൂടെയൊക്കെ കടന്നു പോകുന്നവരോടാണ് തിരുവല്ല അമ്പലപ്പുഴ റോഡിൽ നെടുമ്പുറം ഭാഗത്തൊക്കെ വെള്ളം കയറിയതിനാൽ അതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. KSRTC സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. അതിലൂടെ തൽക്കാലത്തേക്ക് ആരും യാത്ര ചെയ്യാൻ വേണ്ടി പോകരുത്. യാത്ര ചെയ്താൽ വെള്ളക്കെട്ടിൽ കുടുങ്ങും, പിന്നെ അത് വലിയ ബുദ്ധിമുട്ടാകും. പക്ഷേ AC റോഡിൽ നിലവിൽ പ്രശ്നങ്ങളില്ല. ഒരു കാര്യം ഓർക്കുക, ഈ AC റോഡൊക്കെ പണ്ട് മഴയെന്ന് എഴുതി കാണിച്ചാൽ മുങ്ങുന്ന പ്രദേശങ്ങളായിരുന്നു ഈ AC റോഡൊക്കെ. ആ AC റോഡ് കിഫ്ബിയിൽ നിന്ന് വലിയ തുക നമ്മൾ ചെലവഴിച്ച് 1000 കോടിയോളം മറ്റും ചെലവഴിച്ച് അതിനെ ഉയർത്തി പാലങ്ങളൊക്കെ പണിത് വളരെ ഭംഗിയായി മാറ്റിയതിനു ശേഷമാണ് ഇപ്പോൾ ഈ മഴക്കാലത്തും ഇത്ര പെരുമഴ പെയ്തിട്ടും അവിടെ വെള്ളം കയറാതെ യാത്ര ചെയ്യാൻ കഴിയുന്നതെന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഇവിടെ നടന്നിട്ടുണ്ട് എന്നത് കൂടി ഈ മഴക്കാലത്തിൽ ചില അടയാളങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നതും പ്രധാനപ്പെട്ടത് തന്നെയാണ്. വിവരങ്ങളാണ് ഷാജി നൽകിയത്.